ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഇലക്ട്രിക് ഓട്ടോസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു 3 വർഷത്തിൻ്റെ അടുത്താകാനായി ജനുവരിയിലേക്ക്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വയറിങ് സംബന്ധ കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. എങ്ങനെയൊക്കെ വയറിങ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളത്. എൻ്റെ സുഹൃത്തുക്കൾ പല ആൾക്കാരും പല സ്ഥലത്ത് വീട്ടിലത്തെ വയറിങ് ഒക്കെ ചെയ്തിട്ട് പല ആൾക്കും വാറണ്ടീൻ്റെ പ്രശ്നങ്ങളുണ്ട്, ചാർജറിൻ്റെ വാറണ്ടി നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വയറിങ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഫ്രിഡ്ജിൻ്റെതോ മിക്സീൻ്റെതോ അതിലത്തെ പ്ലഗിൽ നിന്ന് ഒരിക്കലും നമ്മൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കരുത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മെയിൻ സ്വിച്ചിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു പവർ പ്ലഗ് യൂസ് ചെയ്യുക. അതെന്തെല്ലാം യൂസ് ചെയ്യണമെന്ന് ഞാൻ ഇതിൽ കാണിക്കാം. ചെയ്യേണ്ടതെന്ന് ഒക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന വയറുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വയറുകളായിരിക്കും. അതൊക്കെ കറക്റ്റ് ആയിരിക്കണം. എർത്തൊക്കെ ഒന്നും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, എർത്ത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ ചാർജർ അടിച്ചു പോകും. അത് എത്ര വോൾട്ട് വേണമെന്നുള്ള ഞാൻ കണ്ടമാതിരി ഞാനൊരു സ്റ്റെബിലൈസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ സ്റ്റെബിലൈസർ ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിലെ 2 കൊല്ലം മേലെ സ്റ്റെബിലൈസർ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കുറച്ച് കാരണം ചില ആൾക്കാർക്ക് അത് വെച്ചിട്ടും ചാർജർ പോകുന്നുണ്ട്. അത് ചാർജറിൻ്റെ കുഴപ്പമാണ്. അത് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ചാർജർ മൊത്തം കംപ്ലൈൻ്റ് ആണ്. അതാണ് 8ൻ്റെ പണി കിട്ടും എന്ന് പറഞ്ഞ മാതിരി. മീറ്ററിൻ്റെ മുകളിൽ നിന്ന് മെയിൻ സ്വിച്ചിലേക്ക് ഞാൻ ഓൾറെഡി ആദ്യമുള്ള പണ്ട് ചെയ്ത വയറിങ് ആയിക്കൊണ്ട് അതിൻ്റെ ഉള്ളത് 2.5 അതിനുള്ളത്. അത് ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്ത് 6mm വയർ യൂസ് ചെയ്ത് ന്യൂട്രൽ ഫേസും 6mm ആക്കി. അതിനുശേഷം ഞാൻ മെയിൻ സ്വിച്ചിന് മുകളിൽ നിന്ന് 6mm വയർ ഇതിലേക്കും യൂസ് ചെയ്തു. 6mm ഫേസും ന്യൂട്രലും കൂടി 6mm, എർത്തിന് 2.5 ഉപയോഗിക്കാം. ലഗ്രാൻഡിൻ്റെ ആണ് ELCB. അത് 30 amps-ൻ്റെ ആണ് ഞാൻ വാങ്ങിയത്. ELCB വാങ്ങിയ 16 ആംപിയറിൻ്റെ. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങി വെക്കണം. അല്ലാണ്ട് ലോക്കൽ സാധനം വാങ്ങി വെച്ച് വില കുറഞ്ഞ സാധനം വാങ്ങി വെക്കരുത്. 800 രൂപയ്ക്കോ 750 രൂപയൊക്കെ കിട്ടാണ്ട് നല്ലത് ലഗ്രാൻഡിൻ്റെ സാധനം, ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. അതാണ് ലഗ്രാൻഡിൻ്റെ തന്നെയാണ് ഞാൻ പ്ലഗ് യൂസ് ചെയ്തത്. പ്ലഗും അതേമാതിരി തന്നെ 16 ആംപിയറിൻ്റെ പ്ലഗാണ് ഞാൻ യൂസ് ചെയ്തത്. അതേമാതിരി തന്നെ 20 ആംപിയറിൻ്റെ ആണ് സ്വിച്ച് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് ഞാൻ വെച്ചാൽ സ്റ്റെബിലൈസറാണ് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പോൾ ചാർജറിന് വേണ്ടിയിട്ട് ചെറിയ വോൾട്ടേജ് എല്ലാവരും ചോദിക്കുന്നത് എന്തിനാ സ്റ്റെബിലൈസറും കൂടിയാണ്. നമ്മൾ സ്റ്റെബിലൈസർ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞാൽ 2000 വാട്ട്സിൻ്റെ സ്റ്റെബിലൈസറാണ് വാങ്ങി വെക്കേണ്ടത്. 15 ആംപിയറിൻ്റെ പി ഗാർഡിൻ്റെ ആണ് അത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന 3 സംതിങ് കാണാൻ വരും. അത് നിങ്ങൾ ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2600 2700 ഓൺലൈനിൽ കിട്ടാണ്ട്, ആമസോണിലൊക്കെ കിട്ടാണ്ട്. അതൊന്ന് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതേമാതിരി അത് വാങ്ങി വെക്കുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പിന്നെ കാര്യം ഇപ്പം പറഞ്ഞില്ലേ, നമ്മളെ എർത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അത് ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നോക്കുക. നമ്മൾ AC-യിൽ എന്ത് 250 വെക്കുക. AC-യിൽ 250 വെച്ചിട്ട് ന്യൂട്രും എർത്തും എത്ര വോൾട്ട് ഉണ്ടെന്ന് നോക്കാം. അത് ചെക്ക് ചെയ്യേണ്ട. അധികം ആൾക്കാർ എന്നോട് ചോദിക്കേണ്ടത് എർത്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് ഒന്ന് കാര്യമായിട്ട് ഇതിൽ തന്നെ പറയാൻ പറ്റിയത്. അതിപ്പോൾ 250 വെക്കുക. AC-യിൽ 250 കാണിക്കുക കേട്ടോ. അപ്പോൾ ഉണ്ടോ ന്യൂട്രൽ എർത്തും കൂടി വോൾട്ട് കാണിക്കുന്നുണ്ടോ? 2 വോൾട്ടിൽ കാണിക്കുന്നത്, 2 അല്ല കാണിക്കുന്നത്. അപ്പോൾ 2 വോൾട്ട് ഉണ്ട്. ഒരു എർത്ത് 2 വോൾട്ടിൻ്റെ അടുത്ത് കിട്ടുന്നില്ലെങ്കിൽ ചിലയിടത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 16 ഉണ്ട്, 20 വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്. 250 കാണിക്കുമ്പോൾ AC-യിൽ കാണിക്കുമ്പോൾ ആ വോൾട്ട് കഴിയുന്നതും ചാർജറിന് വോൾട്ട് കൂടാൻ പാടില്ല. മാക്സിമം ഒരു 4-5 അതിലേക്ക് കൂടാൻ പാടില്ല. അത് കുറയ്ക്കുക തന്നെ വേണം. അത് കുറയാണ് വേണ്ടത്. 2 വോൾട്ട് 0 വോൾട്ട് വരെ കിട്ടും. അത് നല്ല എർത്ത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ അതേമാതിരി തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ലോങ്ങൊക്കെ പോവുകയാണെങ്കിൽ, ഞാനത് സ്ഥിരം വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത്. പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ ഞാൻ അഡീഷണൽ നമ്മൾ കോഡ് വയർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആ കോഡ് വയർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മെയിനായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് 4mmൻ്റെ കോഡ് വയറാണ്. ഇത് 4mmൻ്റെ കോഡ് വയറും അതേമാതിരി ഇത് സാധാ എൻ്റെ പഴയ ഓൾഡ് ഇവിടെ വേറെ ഒരു കോഡ് വയറിന് യൂസ് ചെയ്താണ് ഈ മോഡല് പ്ലഗും സ്വിച്ചും കൂടി ഉള്ളത്. ഇതും അധികം ആൾക്കാർ എന്ത് ചെയ്തേക്ക് വീട്ടിൽ യൂസ് ചെയ്യും. ഞാൻ ഇവിടെ ചെയ്യുന്നതിന് പകരം ഇത് വെച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് വെച്ചാൽ വേഗം എന്താ വെച്ചാൽ കംപ്ലൈൻ്റ് ആണ്. വേഗം ഇത് ചൂടായി ഉരുകുന്ന കംപ്ലൈൻ്റ്, കോനേൻ്റെ സാധനമാണ്. ഇതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. കഴിയുന്ന ആൾക്കാർ ഇതേമാതിരി വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അവരോട് എനിക്ക് പറയാനുള്ളത്, കഴിയുന്നതും പെട്ടെന്ന് ആ പൈസ നല്ലൊരു സാധനം വാങ്ങി വെക്കുക. ഇതേമാതിരി ലഗ്രാൻഡിൻ്റെ സാധനങ്ങൾ വാങ്ങി വെക്കുക.
പിന്നെ ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടും ചാർജർ അടിച്ചു പോകുന്നുണ്ട് കേട്ടോ. അത് വേറൊരു വിഷയമാണ്. അതിനെ പറ്റിയുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇത് ഞാൻ എനിക്ക് അടുത്തുള്ളതിൽ കാണിക്കുമ്പോൾ 5 കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ വണ്ടി എടുക്കുന്ന സമയത്ത് 5 അതിനുള്ളത്. അത് ഞാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഇത് നോക്കിയിട്ട് എന്ത് ചെയ്ത് അഡീഷണൽ ആയിട്ട് ഒരു എർത്തും കൂടി ഞാൻ വേറെ അടിച്ച് 2.5 മീറ്ററിന് പൈപ്പ് വാങ്ങി എർത്ത് പൗഡറും കാര്യങ്ങളും ഉപ്പും കരിയൊക്കെ ഉപയോഗിച്ചും കൊണ്ട് അഡീഷണൽ ആയിട്ട് ഒരു എർത്തും കൂടി അടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ എനിക്ക് ഈ 2 വോൾട്ടിലേക്ക് കിട്ടിയത്. അതേമാതിരി ആ വീട്ടിൽ ആർക്കെങ്കിലും ഇതേമാതിരി 6 7 ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇതിനായിട്ട് സെപ്പറേറ്റ് വേറെ അടിക്കുക, വീട്ടിലത്തെ സെപ്പറേറ്റ് വേറെ കാണിക്കുക, ഉള്ളിലേക്ക് പോയത്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ എന്തായാലും ഈ വീട്ടിൻ്റെ ഉള്ളിലുള്ള മിക്സിൻ്റെ പ്ലഗിൽ നിന്ന് അതേമാതിരി AC-ൻ്റെ പ്ലഗ് ഉള്ളിലുള്ള അതൊക്കെ ആദ്യമുള്ള വയറിങ് ചില 2.5 ആയിരിക്കും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാകുക. ഇപ്പോൾ എടുക്കുന്ന വലിയ വീടുകൾക്ക് എടുക്കുന്നതിനൊക്കെ ഒരു എന്ത് ചെയ്യും 6 ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മെയിനായിട്ട് വരുന്നതൊക്കെ ഇപ്പോൾ പുതിയ വയറിങ്ങുകാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ പണ്ടത്തെ വയറിങ്ങിൻ്റെ മുകളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ കാണാൻ പറ്റിയത്. ഇതേമാതിരി വന്നപ്പോൾ വണ്ടി എടുക്കുമ്പോൾ പോലും പറഞ്ഞിട്ടില്ലേനു ആദ്യം എത്രേൻ്റെ വേണം ഉപയോഗിക്കണം, ELCB എത്ര വേണം, ഇതൊന്നും പറഞ്ഞില്ല. പിന്നെയാണ് കമ്പനിക്ക് തന്നെ ബോധം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ELCB ഒക്കെ നിർബന്ധമാക്കിയതും പിന്നെ വാറണ്ടി കിട്ടുന്നതിനൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെല്ലാം പിന്നെ ഇതൊന്നും വേണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ സ്റ്റെബിലൈസർ ഇവിടെ ഓണാക്കുകയാണ്. ചാർജറിൻ്റെ ഇവിടെ കുത്തി ഇപ്പോൾ ഒന്ന് കാണുന്നുണ്ടോ നോക്കണം, മുകളിൽ നോക്കാണ്ടേ കണ്ടോ ടൈം എടുക്കുന്നുണ്ടോ, കുറച്ച് ടൈം എടുക്കുന്നത്. ചുവന്ന ലൈറ്റ് കത്തുന്നുണ്ടോ, അപ്പം പച്ച കത്തില്ലേ. ഇതാണ് സ്റ്റെബിലൈസർ വെച്ചാൽ കുറച്ച് ടൈം എടുക്കും. അത് ഓൾറെഡി കറണ്ട് റെഡി ആയതിനു ശേഷം വന്നോളൂ. പിന്നെ അതേമാതിരി പെട്ടെന്ന് കറണ്ട് പോകാന്ന് കൂട്ടി ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞ ലൈനിലൊക്കെ എന്തെങ്കിലും ഓല വീണ് രണ്ടും കൂടി ടച്ച് ആയി ടക്കം പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഓഫാകുന്ന ആ സിസ്റ്റമായിട്ട് തന്നെ ഇതൊരു സ്വിച്ച് ഒന്ന് വെറുതെ ഒന്ന് ഓഫാക്കി നോക്കാം. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ലൈറ്റ് കത്തുന്നത് നോക്കാം, ടൈം എടുക്കുന്നുണ്ടോന്നുണ്ട്. നമുക്ക് മുകളിൽ കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഓഫാക്കി. ഇനിയിപ്പോൾ രണ്ടാമത് ഓൺ ആക്കുകയാണ്. അപ്പം ചാർജർ അതേമാതിരി പെട്ടെന്ന് കറണ്ട് പോയി പെട്ടെന്ന് തന്നെ കറണ്ട് വരുമല്ലോ. അപ്പോൾ ചാർജർ പെട്ടെന്ന് ഓൺ ആകാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടല്ലേ. അതാണ് സ്റ്റെബിലൈസർ വെച്ചുള്ള ഗുണം കാണുന്നുണ്ടോ ചുവന്ന ലൈറ്റ്. ഇപ്പോൾ ഇനി കുറച്ച് ടൈം എടുക്കും അതിന് രണ്ടാമത് ഓണായി കിട്ടണമെങ്കിൽ. അന്നപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ചാർജറിന് ടൈം എടുക്കുമ്പോഴുള്ള നല്ലൊരു കാര്യമാണ് അത് സ്റ്റെബിലൈസർ വെച്ചെന്ന് ഞാനല്ലേ കൂട്ടുക. 3:50 വരിക, 4 മണിക്കൂർ മുമ്പ് പറയാം. 4 മണിക്കൂർ എടുക്കുന്ന സമയം ഫുള്ളായി കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ എക്സ്ട്രാ ടൈം ഇട്ട് വെക്കണം. എന്താ വെച്ചാൽ ഓഫ് ആക്കരുത്. എന്താ വെച്ചാൽ അഡീഷണൽ ടൈം ഫുള്ളായി കഴിഞ്ഞാൽ ചാർജ് ഫുള്ളായി കഴിഞ്ഞാലോ ചാർജ് തന്നെ ഇട്ടേക്കണം. ഇപ്പോൾ കമ്പനി പറയുന്നുണ്ട് 8 മണിക്കൂർ അഡീഷണൽ ഇട്ടേക്കണം, 4 മണിക്കൂർ അഡീഷണൽ ഇട്ടേക്കണം. അഡീഷണൽ ഇട്ടേക്കുന്നതിനെ കൊണ്ട് ഗുണം ചെയ്യുന്നുണ്ട്. അത് അതിനെപ്പറ്റിയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വണ്ടി ഇപ്പോൾ 3 കൊല്ലമായല്ലോ, അതിനെത്ര മൈലേജ് കിട്ടുന്നുണ്ട്, പിന്നെ ചാർജറിൻ്റെ ഉപയോഗം എങ്ങനെയുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു ചാനലല്ല, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വെച്ചാൽ ഈ വണ്ടിനെ പറ്റിയുള്ള എല്ലാ കാര്യവും ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 3 കൊല്ലത്തെ അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. ഈ അനുഭവത്തിൽ നല്ലതുണ്ട് ചീത്തയുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത വയറിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ഇനിയിപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇതൊരു പുതിയൊരു ചാനലാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.